ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുള്ളായുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഗായ്സ്, എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം. പുതിയ ബിഗിനിങ് യൂട്യൂബ് ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനാണ് എനാബിൾ ചെയ്യുക. ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തോന്നിയിട്ടുള്ളത് പുതിയൊരു സ്വിഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ വിജയിച്ചൊരു വണ്ടികളിൽ ഒരു വണ്ടി അത് സ്വിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്വിഫ്റ്റിൻ്റെ സെയിൽ വളരെ കുത്തനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല 2005 വന്നതാണ് മച്ചാൻ. 20 കൊല്ലങ്ങളായിട്ട് ഈ ഏരിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹാച്ച് ബാക്കിൽ കംപ്ലീറ്റ്ലി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതലാണ് കേട്ടോ സ്വിഫ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനി കൂപ്പറിൻ്റെ ലുക്കാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ എനിക്ക് മാത്രമല്ല, ചെറിയ ചെറിയ പിള്ളേർക്ക് വരെ അറിയണ കാര്യമാണ്. വണ്ടി പക്ക മിനി കൂപ്പറിൻ്റെ ഒരു കട്ട് വേർഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ പണ്ട് മുതലേ കണ്ട് പരിചയമുള്ളൊരു വണ്ടിയാണ്. റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വണ്ടി ഉണ്ടെങ്കിൽ 2 വണ്ടി സ്വിഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച വണ്ടിയിൽ ഒന്നാമത്തെ ഒരു വണ്ടിയാണ് നമ്മളെ വണ്ടി. ഹാച്ച് ബാക്കിൽ തന്നെ വിജയിച്ചൊരു വണ്ടിയാണ്. ഇന്ത്യയിൽ വിജയിച്ചൊരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ. ഇൻ്റർനാഷണൽ ആണെങ്കിലും ഒരുപാട് കൺട്രിയിൽ നമ്മളെ മാരുതി സുസുക്കിൻ്റെ പുറത്ത് സുസുക്കി സ്വിഫ്റ്റ് എന്നറിയപ്പെടും. നമ്മളെ നാട്ടിലെത്തുമ്പോൾ മാരുതി സുസുക്കി. അപ്പം മാരുതി സുസുക്കി ഇത് 2024 മോഡലാണ്. അതായത് 2021 തൊട്ട് 24 വരെയാണ് ഈ മോഡലുള്ളത്. ഇപ്പോൾ 2025 വേറെ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് എല്ലാവർക്കും വരുന്നത്. 2018 ശേഷം ഇറങ്ങിയിട്ടുള്ളതൊക്കെ പെട്രോൾ എഞ്ചിൻസ് കേട്ടോ. അപ്പോൾ ഡീസൽ എനിക്കിഷ്ടപ്പെട്ട വണ്ടി എന്ന് പറയുന്നത് പഴയ 2003 ജനറേഷൻ ഡീസൽ എഞ്ചിനാണ്. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിക്ക് ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഡീസലാണ്. ഡീസലിൻ്റെ പവറൊന്നും വേറെയാണ്, പക്ഷെ അത് നിർത്തിപ്പോയി. എന്നാലും ഈ വണ്ടിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം മറ്റേ വണ്ടിയാണ്, പഴയ വണ്ടി. അതൊന്നുകൂടി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിത് ഈ വണ്ടീൻ്റെ ലുക്ക് കാണിച്ചു തരാം, എന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കേട്ടോ, നല്ല ഒരു ലുക്ക് തന്നെയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വിഷൻ തരുന്ന ഒരു ലൈറ്റ് തന്നെയാണ്. പിന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളും, പിന്നെ സുസുക്കിൻ്റെ ഒരു ലോഗോ, ഒരു ക്രോം ഫിനിഷിലൊരു ഒരു ലൈനും അതാണ്ടോ ഫുൾ ക്രോമിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പ്ലേറ്റ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. മെയിൻ ഗ്ലാസ്. വണ്ടി ടോട്ടലി ബ്ലൂ കളറിലാണ്. നേരെ മെയിൻ്റെനൻസ് ചെയ്ത നല്ല ലുക്ക് തന്നെയാണ്. ഇൻഡിക്കേറ്റർ ഇതാ മിറർ സൈഡിലും ഉണ്ട് കേട്ടോ. ഇതാണ് സൈഡിൻ്റെ വ്യൂ. ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. സുസുക്കി ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവും കൊടുത്തിട്ടില്ല. സ്വിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജും ഉണ്ട് സൈഡിൽ, ഡോറിൻ്റെ സൈഡിൽ. അപ്പോൾ അതൊക്കെ നല്ലൊരു പ്രീമിയം ടൈപ്പിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അത് ബാക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ വണ്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലാ ഭാഗവും ഒരു മിനി കൂപ്പറുമായിട്ട് സാമ്യം വരുന്ന ഒരു ലുക്കിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് മോഡൽ മാറ്റി ഇറക്കിയാലും അതിന് വിട്ടു പോകാത്തൊരു ലുക്കിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വിഫ്റ്റ് എന്നൊരു ബാഡ്ജ്. ഇത് VXI മോഡലാണ് കേട്ടോ. 2024 വേർഷൻ VXI ഓട്ടോമാറ്റിക് എഞ്ചിനാണ് ഈ വണ്ടി. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. VXI AGS എന്നുള്ള മോഡൽ, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് എന്നുള്ളത്. അതായത് ഇത് മാനുവലിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ടും ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു വേരിയൻ്റാണിത്. ഏകദേശം 8 ലക്ഷത്തി സംതിങ് ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വണ്ടി കേട്ടോ. പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു എഞ്ചിനാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം മാനുവൽ വണ്ടികളോടാണ്. ഈ ഓട്ടോമാറ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ഒന്നും അല്ല. ഓടിക്കുന്ന ടൈമിൽ നമുക്ക് ചെറുതായിട്ടൊരു ബോർ അടിക്കുന്ന ടൈപ്പാണ്. അത് നമുക്ക് വീഡിയോയിൽ വീണ്ടും ഞാൻ പറയുന്നതാണ്. ഇതിപ്പോൾ സൈഡ് വ്യൂ ഇങ്ങനെ ഉണ്ട് വരുന്നത്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ ഒരു ടയറാണ് വരുന്നത്. ഇതിൽ 14 പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 15 ഇഞ്ചിൻ്റെ മേലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. നല്ല ടയർ സൈസ് തന്നെയാണ് കേട്ടോ. കാണാനും വളരെ ക്യൂട്ടായിട്ടുള്ളത്. VXI ആയതുകൊണ്ട് അലവിയിലും നല്ല ടോപ്പ് എൻഡും നല്ലല്ലോ, മിഡിൽ വേർഷനാണ്. പിന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ആൾറെഡി ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് ഏത് പുറത്ത് നോക്കുകയാണെങ്കിലും കിട്ടില്ല ലുക്ക് തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ട് മറന്ന ഒരു എന്താ പറയുക, റോഡിൽ എവിടെ നോക്കിയാലും സ്വിഫ്റ്റ് തന്നെയാണ്. പക്ഷേ എത്ര സ്വിഫ്റ്റ് ഉണ്ടെങ്കിലും ഒരു പുതിയ സ്വിഫ്റ്റ് വാങ്ങാൻ ആർക്കായാലും ആഗ്രഹിക്കും. വീട്ടിലും നാട്ടിൽ എത്ര സ്വിഫ്റ്റ് ഉണ്ടെങ്കിലും നമ്മളൊരു പുതിയ വണ്ടി വീട്ടിലേക്ക് എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരനെ നമ്മൾ തോറും ഹാച്ച് ബാക്കിൽ നല്ലൊരു വണ്ടിയിലടാ സ്വിഫ്റ്റ് എടുക്കുക. അങ്ങനെ സ്വിഫ്റ്റ് എടുക്കുക എന്ന് തന്നെ എല്ലാവരും പറയാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഏത് കമ്പനിയിലെ വണ്ടിയും വരിക. അങ്ങനെയാണ് ഇന്ത്യയിലും കേരളത്തിലും എവിടെയാണെങ്കിലും ഇപ്പോൾ പോപ്പുലറായിട്ട് എന്താ പറയുക സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കിടിലൻ വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കിയേക്കാം. ബോണറ്റിൽ എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് നമ്മളെ എൻജിൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു എൻജിൻ തന്നെയാണ് നമ്മളെ വണ്ടിക്കുള്ളത്. നമ്മൾ സ്വിഫ്റ്റിൻ്റെ എൻജിൻ റൂം വളരെ നല്ലൊരു അത്യാവശ്യം ലുക്കൊക്കെ ഉള്ളൊരു എൻജിൻ റൂം തന്നെയാണ് കേട്ടോ. പിന്നെ അടിയിലോട്ടൊക്കെ പഴയ പോലെ അല്ല, ഫുള്ളി കവേർഡാണ്. ഉള്ളിലോട്ട് നോക്കിയാൽ നമുക്കൊന്നും കാണില്ല. ഇതാണ് അതിൻ്റെ ബാറ്ററി വരുന്നത്. 1200 കവി കപ്പാസിറ്റി വരുന്നൊരു എൻജിനാണ്. 1197 CC വരുന്നത്. 1200 എന്നാണ് അറിയപ്പെടുന്നത്, എന്നാലും 1197 CC ആണ് വരുന്നത്. ഫോർ സിലിണ്ടർ എൻജിനാണ്, 4 വാൾവ്, 1.2 ലിറ്റർ ഡുവൽ ജിറ്റ് പെട്രോൾ എൻജിനാണ് ഇതിന് വരുന്നത്. വണ്ടി ട്യൂൺ ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് ടർബോ കൊടുത്ത് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻജിൻ റൂം വരുന്നത്. ഇത് നമ്മളെ വെള്ളം നിറക്കാനുള്ളത്, മെയിൻ ഗ്ലാസ്സിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പഴയ പോലെയല്ല, ഉള്ളു ഫുള്ളി കവേർഡാണ്. അടിക്ക് പഴയ പോലെ കാണില്ല. അടിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അടിയിൽ കൂടെ നോക്കി നമ്മൾ നിൽക്കുന്നിടത്ത് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻജിൻ റൂമിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഉൾവശവും കാര്യങ്ങളും ബാക്ക് സൈഡും ഡിക്കിയൊക്കെ നമുക്കൊന്ന് എത്ര ബൂട്ട് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ നമുക്ക് വണ്ടർ ബാക്ക് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇത് അടച്ചിട്ട് ബോണറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടീൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഡിക്കി തുറന്ന് കാണിച്ചു തരാം ബൂട്ട് സൈസ് എത്ര ഉണ്ടെന്ന്. ഏകദേശം 265 ലിറ്റർ ബൂട്ട് സൈസ് ഈ വണ്ടിക്ക് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ലഗേജ് തന്നെ നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ കൊള്ളാൻ ഒരു കുട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 പെട്ടിയൊക്കെ ലഗേജ് ഒക്കെ അടിപൊളിയായിട്ട് ബാക്കിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് നമ്മളെ വണ്ടിക്ക് ഉണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ വണ്ടിയെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇൻറ്റീരിയർ. അപ്പോൾ ഇൻറ്റീരിയറിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകളും ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വരുന്നത് ഡോറിൻ്റെ ഉള്ളൊക്കെ നല്ല കിട്ടില ലുക്ക് തന്നെ കേട്ടോ. ഇപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റിയറിംഗ് തന്നെയാണ്. ഇത് ട്രാഷ് കൺട്രോൾ ലൈറ്റിൻ്റെ പവറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. ഫുള്ളി ബ്ലാക്കാണ്. അപ്പോൾ നമ്മളെ ഡിജിറ്റൽ ഇങ്ങനെ വരുന്നത് അനലോഗിൽ RPM മീറ്ററും സ്പീഡോമീറ്ററും സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്വിച്ചുകളാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്. നോബ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഉള്ളിൽ ഫുള്ളി ബ്ലാക്ക്. പിന്നെ ഒരു റെഡ് ലൈൻ വരുന്ന ഒരു സ്പോട്ടി ലുക്കിലാണ് വണ്ടി കിടക്കുന്നത് ഫുള്ളി. ഇപ്പോൾ സീറ്റിലെ ലെതർ സീറ്റാണെങ്കിലും സീറ്റിൻ്റെ പൊസിഷൻ ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും ഒരു സ്പോട്ടി ലുക്കാണ്. അപ്പോൾ നമുക്ക് ബാക്കിലെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. എല്ലാ വണ്ടീൻ്റെ പോലെ സൈഡിലല്ല, തപ്പും ബാക്കിൽ മേലെയാണ് തുറക്കണത്. അപ്പോൾ ഗൈസ് ഇതാണ് സ്വിഫ്റ്റിൻ്റെ ഒരു ബാഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കപ്പ് ഹോൾഡറും ബോട്ടിൽ ഹോൾഡറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വ്യൂ. ബാക്കിലിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് തന്നെ കിട്ടും. ഇത് ഫുള്ള് ബാക്കിലേക്ക് വലിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് തന്നെ സ്വിഫ്റ്റിലുണ്ട്. പിന്നെ തായ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഒരു മീഡിയം ടൈപ്പ്. പിന്നെ യാത്ര സുഖം എന്ന് പറയുമ്പോൾ സുസുക്കിയിൽ അത്രമാത്രമൊന്നും ഇല്ല. 5-ൽ 2.5 ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രമാത്രം റേറ്റിംഗ് ആണ് എനിക്ക് യാത്രാ സുഖത്തിനോടൊക്കെ പറയുള്ളൂ. വണ്ടി പെട്രോൾ വണ്ടി കൊണ്ട് അത്യാവശ്യം നല്ലൊരു മൈലേജ് വേറെ വണ്ടികൾക്ക് കിട്ടുന്നതാണ്. സ്വിഫ്റ്റിന് 23-22ഒക്കെയാണ് കമ്പനി പറയണത്. 20-18 കിട്ടുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടെന്ന് പറയാം. അപ്പോൾ വണ്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വണ്ടി ഓട്ടോമാറ്റിക്കാണ്. പിന്നെ നമുക്ക് മാനുവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. 1.2 പെട്രോൾ ഡുവൽ ജിറ്റ് എൻജിനാണ് ഇതിന് വരുന്നത്. വണ്ടി അത്യാവശ്യം നല്ല പവറുള്ളൊരു എൻജിൻ തന്നെയാണ്. എന്നാലും ഇതിൻ്റെ ഓട്ടോമാറ്റിക് അത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പീഡ് കൂട്ടാനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മെല്ലെ വണ്ടിക്ക് തോന്നിയ പോലെയാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ ഇതിൽ നടക്കണില്ല. ഓട്ടോമാറ്റിക് പറയുമ്പോൾ ടൊയോട്ട വണ്ടി പോലെ ഒന്നും നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചാടി പെട്ടെന്ന് പോയില്ല. വണ്ടി കുറച്ച് സ്ലോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഗിയർ മാറണതൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മൾ വിചാരിച്ചിടത്തൊന്നും വണ്ടി കയറി പോവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവറുണ്ട്. വണ്ടി കുറച്ച് സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്നൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ലാഗ് വരും. അപ്പോൾ നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല, പറയുമ്പോൾ എല്ലാം പറയല്ലോ. അപ്പോൾ എല്ലാവരും പറയും വണ്ടിക്ക് അലാക്കിൻ്റെ മൈലേജാണ് 23-22 കിട്ടുന്നുണ്ട്, 20 കിട്ടണവരുണ്ട്, 21 കിട്ടണവരുണ്ട്, 22 കിട്ടണവരുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കൂടുന്നൊക്കെ പറയാം. നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പോൾ 2 സർവീസൊക്കെ ഉണ്ടുള്ളൂ. ഈ വണ്ടിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 13, 12, 13, 14ഒക്കെയാണ് മീറ്ററിൽ ലൈവ് കാണിക്കണത്. അപ്പോൾ നമുക്ക്
ടോട്ടലായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു 14-13 അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി സർവീസ് ചെയ്താൽ കൂടുന്നൊക്കെയാണ് പറയുന്നത്. എന്താ സംഭവം നമുക്കറിയില്ല. അപ്പോൾ വണ്ടിൻ്റെ എസിൻ്റെ കൂളിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വണ്ടി ഓടിക്കുക എന്താ വെച്ചാൽ പവറുള്ള വണ്ടിയാണ്. സ്വിഫ്റ്റ് അത്യാവശ്യം പവറിൽ തന്നെ. പിന്നെ യാത്രാ സുഖം എന്ന് പറയുമ്പോൾ അത്രമാത്രം യാത്രാ സുഖമൊന്നും ഈ വണ്ടിയിൽ കിട്ടണില്ല. സ്റ്റിയറിംഗ് ഒന്നും പറയില്ല. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു അടിപൊളി കിഡിലൻ സ്റ്റിയറിംഗ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രൈവ് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന സ്വിഫ്റ്റിൻ്റെ ആ ഒരു സ്പോർട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് തന്നെ കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല ഒരു ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെയിറ്റ് ഇല്ല വണ്ടി. പിന്നെ പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. അത്രമാത്രം ഒന്നും ഇല്ലെങ്കിൽ പോലും അത്ര ബോഡി ക്വാളിറ്റി ഒന്നും വണ്ടിക്കില്ല. ബിൽഡ് ക്വാളിറ്റിയൊക്കെ കുറച്ച് കുറവാണ്. പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ അത്ര വെയിറ്റ് ഇല്ലാത്തൊരു വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് എന്താ പറയുക, പാറി പറന്ന് വണ്ടി കയറിപ്പോവും. ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ 11 സംതിങ്ങിനൊക്കെ 11 സെക്കൻഡിനുള്ളിൽ 100-ലൊക്കെ എത്തിപ്പെടാൻ നമുക്ക് പറ്റും. അപ്പം മീറ്ററൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ്. എല്ലാ ഭാഗത്തും സുസുക്കി ലുക്കിനൊന്നും ഒരു കുറവും കൊടുത്തിട്ടില്ല. ബിൽഡ് ക്വാളിറ്റി കുറച്ച് കമ്മിയാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ട എന്താ വെച്ചാൽ മൈലേജും വണ്ടീൻ്റെ ലുക്കും അത്ര ആവശ്യമുള്ളൂ. ബിൽഡ് ക്വാളിറ്റി ഒന്നും ആരും നോക്കാറില്ല. പക്ഷെ ഞാൻ കുറച്ച് ബിൽഡ് ക്വാളിറ്റി വണ്ടി അത്യാവശ്യം വെയിറ്റുള്ള വണ്ടികൾ എനിക്ക് ഓടിക്കാൻ പേഴ്സണലി എനിക്കിഷ്ടം കുറച്ച് വെയിറ്റുള്ള വണ്ടികളാണ്. അതാകുമ്പോൾ നമുക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്തോടത്തും നമ്മൾ പിടിച്ചാൽ പറഞ്ഞോടത്തും കിട്ടും. ചവിട്ടിയെടുത്ത് നിൽക്കുകയും ചെയ്യും. സുസുക്കിൻ്റെ വണ്ടി പേഴ്സണലി എനിക്ക് ഇഷ്ടമാണോ വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ യാത്ര ചെയ്യാൻ ലോങ് ഡ്രൈവിനൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒരു റെക്കമെൻഡ് ചെയ്യില്ല ലോങ് ഡ്രൈവിനൊന്നും. നമ്മൾ സിറ്റിയിൽ പെട്രോൾ ലാഭിക്കാനും അതേപോലെ വീട്ടിലേക്ക് അത്യാവശ്യം കാര്യങ്ങൾ മേടിച്ചു കൊണ്ടുവരാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ദൂരമൊക്കെ പോകാൻ പറ്റും. ദൂരം പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ലോങ് പോകാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. അത്രമാത്രം സുഖമൊന്നും കിട്ടില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു സംഭവം പറയേണ്ടത്, വണ്ടി അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ വണ്ടിക്ക് അത്ര വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇല്ല. സർവീസ് ഇടയ്ക്കൊക്കെ ചെയ്തിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പക്കയായിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടും. അപ്പോൾ വണ്ടി നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല ഒരു എഞ്ചിനാണ് വണ്ടിക്കുള്ളത്. റിഫൈൻ ആയിട്ടുള്ള എഞ്ചിനാണ്. എത്ര കാലം വേണമെങ്കിലും ഓടും. സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് പക്കയാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ സുസുക്കിൻ്റെ എഞ്ചിൻ അത്യാവശ്യം സ്വിഫ്റ്റൊക്കെ അത്യാവശ്യം നല്ല ഒരു കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിയാണ്. അതും നോക്കണം. ബിൽഡ് ക്വാളിറ്റി പറയുമ്പോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ടാക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സുസുക്കിക്ക് നമ്മളെ മാർക്കറ്റിൽ ഇങ്ങനൊരു വണ്ടി ഇറക്കാനേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇത്രയും വെയിറ്റിൽ ഇത്രയും ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടി നൽകുന്നുണ്ടല്ലോ. പിന്നെ കണ്ടില്ലേ സ്പോർട്ടി ഹാൻഡിൽ, അതായത് നമ്മളെ സ്റ്റിയറിങ് ഭയങ്കര പക്കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓടിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ഫീലിംഗ് ഇതിൽ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. പിന്നെ അത്യാവശ്യം വലിച്ച് നമുക്ക് കാല് വലിച്ച് നീട്ടി കുത്തിരിക്കാം. ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഇവിടെ മുട്ടണ ഒരു പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ലെഗ് സ്പേസൊക്കെ നമുക്ക് വണ്ടിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയണില്ല. എന്നാലും അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യത്തിൽ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ല സുസുക്കി ഇതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഫോർച്യൂണർ അങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കണതൊക്കെ ടപ്പേന്ന് അടിച്ച് കയറിക്കൊണ്ടിരിക്കും. ആ ഒരു ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റം അല്ല നമ്മളെ ഈ ഒരു വണ്ടിയുള്ളത്. ഇതിൽ നമുക്ക് ഫീൽ ചെയ്യും. ഓരോ ഗിയർ മാറുന്നത് നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കും. വണ്ടി ഇപ്പം നമ്മൾ വണ്ടി ചവിട്ടി കയറി പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ആവുക. അതായത് 4-ന്ന് 3-ക്ക് ചാടും, 3-ന്ന് 4-ക്ക് ചാടും, 5-ക്ക് ചാടും. അങ്ങനെ വണ്ടീൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യും. നമ്മൾ വിചാരിച്ചു കൊടുത്ത് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. എന്നാൽ പോലും വണ്ടീൻ്റെ ഒരു ലെവലിൽ കയറിപ്പോണെങ്കിൽ അടിപൊളിയായിട്ട് സ്പീഡിലേക്ക് അത്യാവശ്യം നല്ലൊരു 4 ഗിയറിൻ്റെ മേലേക്ക് 5-ലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് അത്ര വലിയ ഡിസ്റ്റർബൻസ് തോന്നില്ല. എന്നാൽ പോലും ചില സിറ്റുവേഷനിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴൊക്കെ വണ്ടി പെട്ടെന്ന് ഡൗൺ ആവും. ചിലപ്പോൾ പെട്ടെന്ന് കയറി പോവില്ല. അങ്ങനെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. ആ ടൈമിലേക്കും ചിലപ്പോൾ നമുക്ക് മാനുവലിനെ മിസ് ചെയ്യാം. മാനുവൽ വണ്ടി എന്നൊരു ജമ്മാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. പേഴ്സണലി ഒരുവിധമുള്ള ഡ്രൈവേഴ്സിനൊക്കെ ഇഷ്ടം മാനുവൽ കാർസാണ്. അതിപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ ഏത് കാറാണല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു വണ്ടിയിൽ മാനുവൽ സ്വിഫ്റ്റ് ആണ്. അതും ഡീസൽ എഡിഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറയാനുള്ളത്. ഈ വണ്ടി ഇഷ്ടമല്ല എന്നല്ല, തേർഡ് ജനറേഷനിൽ വരുന്ന ആ ഒരു ഡീസൽ ജമ്മാണ് എനിക്കിഷ്ടം. അതൊരു അത്യാവശ്യം വെയിറ്റും പിന്നെ പവറൊക്കെ ഉള്ളൊരു വണ്ടിയാണ്.
സുസുക്കിൻ്റെ വണ്ടികൾ എല്ലാവർക്കും ഏകദേശം ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കോസ്റ്റ്ലി, സർവീസ് കോസ്റ്റ്ലിയൊക്കെ കുറവാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ഫ്യൂച്ചേഴ്സും ഈ വണ്ടിയിൽ നൽകുന്നതാണ്. പിന്നെ എത്ര കാലം വെള്ളം ഓടിച്ച് ചവിട്ടി പൊളിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഫ്യൂവൽ എക്കണോമി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് ചേഞ്ച് ചെയ്യുക, മാനുവലിലേക്കും ചേഞ്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരും, നമുക്ക് മാനുവലിലാക്കി ഓടിച്ചൂടെ. അപ്പോൾ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാനുവലിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ 1 2 3 അങ്ങനെ ഒരു സെറ്റപ്പിലല്ല, ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പിലല്ല ഇതിൻ്റെ ഒരു നോബ് വരുന്നത്. ഇത് മേലേക്ക് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ ഷിഫ്റ്റ് വരുന്നത് ഇതിൻ്റെ മാനുവൽ ടൈപ്പ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാനുവലിലേക്ക് ചേഞ്ച് ചെയ്യാം. അത്രമാത്രം സുഖം കിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മളെ ഗിയർ നമുക്ക് എവിടെ ഡൗൺ ചെയ്യണോ എവിടെ കൂട്ടണോ അത് നമുക്ക് എന്താ പറയുക ഓവർടേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടിക്ക് ഏകദേശം 14-13 കിലോമീറ്റർ മൈലേജാണ് കിട്ടുന്നത്. അപ്പോൾ അത് എന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് അതേപോലെ കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത് കൂട്ടി കിട്ടാൻ പറ്റുന്ന വല്ല വഴിയുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് സഹായിക്കുക. നമ്മളെ വണ്ടിക്ക് 14 കിട്ടുന്നുള്ളൂ. കമ്പനി ഏകദേശം 23-22 പറയുന്നുണ്ട്. എന്താ സംഭവം നമുക്കറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടി വരുന്നത് VXi മിഡിൽ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മളിനി കാണിക്കാൻ വിട്ടുപോയത് ഇതിൻ്റെ ആംറസ്റ്റാണ്. ഇത് നമ്മൾ എക്സ്ട്രാ മേടിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കാൻ പറഞ്ഞത് നമ്മളെ ഗ്ലോ ബോക്സാണ് ഡാഷ് ബോർഡിലെ. ഈ വലിപ്പിൽ അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും. ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. നമ്മളെ സ്വിഫ്റ്റ് 2024 VXi മോഡൽ പെട്രോൾ എഞ്ചിൻ വരുന്ന ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പെട്ടുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ബിഗിനിങ് യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടിൽ അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, വീണ്ടും കാണാം. ബൈ.